പക്ഷേ KPCC റിപ്പോർട്ടിൽ ഈ പൂരം അങ്ങയുടെ തോൽവിക്ക് കാരണമായിട്ടില്ല എന്നൊരു സാധനം അല്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് CPM BJP അന്തർധാര എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ കാരണം. അന്തർധാരയുടെ ഭാഗമായിട്ടാണ് പൂരം കലങ്ങിയത്. പിന്നെ സംഘടനാപരമായുള്ള ദൗർബല്യവും കാണിച്ചു, അതുണ്ട്, ഞാനും പറഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ മെച്ചം കിട്ടേണ്ടിയിരുന്ന LDFന് എന്തുകൊണ്ട് കിട്ടാതെ അത് BJPയിലേക്ക് എങ്ങനെ പോയി? UDFൻ്റെ വോട്ട് കുറേ സംഘടനാ ദൗർബല്യം കാരണം LDFിലേക്ക് പോയി. LDFന് കിട്ടേണ്ട ഏതാണ്ട് ഒട്ടുമിക്ക വോട്ടും അടിച്ചങ്ങ് BJPക്ക് പോയി. ഇപ്പം ഈ ഇടതുമുന്നണി യോഗത്തിലടക്കം പല ഘടകകക്ഷികളും ഇപ്പോൾ ശബ്ദമുയർത്തി കഴിഞ്ഞു. അവർ പലപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമാണ് LDF യോഗത്തിലും നടക്കുന്നതെന്ന വാർത്തകളൊക്കെ നമുക്ക് കാണാറുണ്ട്. അവിടുന്ന് ആരെങ്കിലുമൊക്കെ വീണ്ടും ഈ UDFിലേക്ക് വന്നാൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് അത് നമ്മൾ അന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ജയിക്കാൻ തക്കവണ്ണം മുന്നണി ശക്തമാണ്. പക്ഷേ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും മാറ്റങ്ങൾ ഉൾക്കൊള്ളുമല്ലോ. ഇപ്പോൾ അതിൻ്റെ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ അന്ന് ആലോചിക്കാം. PV അൻവറിൻ്റെ വിഷയത്തിലും എങ്ങനെയാണ് നിലപാട് കോൺഗ്രസിൻ്റെ? അല്ല, ഇനിയിപ്പോൾ അദ്ദേഹം LDFൻ്റെ കൂടെ ഇല്ല എന്ന് വ്യക്തമായി. അദ്ദേഹത്തിനെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ആക്ഷേപം രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ വിമർശനമായിരുന്നു. ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട സമയമായിട്ടില്ല. ഒരുപക്ഷെ തയ്യാറായാൽ സ്വീകരിക്കും. അല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു പരാതിക്ക് ഇന്ന് അദ്ദേഹം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും എനിക്ക് രാഹുൽ ഗാന്ധിയെ ബഹുമാനമാണ്, നെഹ്റു കുടുംബത്തിന് ബഹുമാനമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതിനെ ഒരു മാറ്റമായിട്ട് നല്ലൊരു ചേഞ്ചായിട്ട് കാണുകയാണ്. പക്ഷേ എടുക്കണോ വേണ്ടെന്നുള്ള കാര്യമൊന്നും ഒറ്റയ്ക്ക് ഞാനോ അല്ലെങ്കിൽ പാർട്ടി മാത്രം തീരുമാനിക്കേണ്ടതല്ല. അൻവറിൻ്റെ വിഷയമായതുകൊണ്ട് UDFിലും അക്കാര്യമൊക്കെ ചർച്ച ചെയ്യണം. പക്ഷെ അതിൻ്റെ സമയമായിട്ടില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.